ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് നേമം. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉറ്റുനോക്കുന്ന മണ്ഡലം കൂടിയാണ് നേമം. ഒരു തവണ രാജഗോപാലിലൂടെ താമര വിരിയിച്ച നേമം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ താമരച്ചെണ്ട് മന്ത്രി വി ശിവൻകുട്ടി ഒടിച്ചു കളഞ്ഞ നേമം. നേമത്ത് ഇക്കുറി BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന കാര്യം പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു. രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷമാണ് നേമത്ത് നേടിയത്. 22,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിച്ചു. അതുകൊണ്ട് തന്നെ നേമം BJPയുടെ A ക്ലാസ് മണ്ഡലമായി മാറുകയാണ്. നേമത്ത് CPM-ന് വേണ്ടി മത്സരിക്കുന്നത് ആര്യ രാജേന്ദ്രനാണെന്ന് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തിരുന്നു. പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള യുദ്ധമായി അതിനെ കണക്കാക്കാം. പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാര് എന്നതിനെപ്പറ്റിയുള്ള കൃത്യമായ സൂചനകൾ ഇപ്പോഴാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിച്ചത്. അത് എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. നേമം ഷജീറാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. യൂത്ത് കോൺഗ്രസ് നേതാവായ നേമം ഷജീർ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആകുന്നതോടുകൂടി നേമം നിയോജക മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ അരങ്ങ് ഒരുങ്ങുകയാണ്. നേമം ഷജീർ നേമം സ്വദേശിയാണ്. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട ജീവിതം. അദ്ദേഹത്തിന് നേരിട്ട പോലീസ് മർദ്ദനവും ആ പോലീസ് മർദ്ദനത്തിനെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയുടെ പരിവേഷം നൽകുന്നുണ്ട്. നേമം ഷജീർ മത്സരിക്കുന്നതിൽ മറ്റൊരു ഷജീറിനെ മത്സര രംഗത്ത് ഇറക്കുന്നത് ഷാഫി പറമ്പിൽ ടീമാണ്. ഷാഫി പറമ്പിലിനോട് നല്ല ബന്ധം പുലർത്തുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായും നല്ല ബന്ധം പുലർത്തുന്നു. കോൺഗ്രസിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് നേമത്ത് അവർ ഇറക്കിയിരിക്കുന്നത്. നേമത്തുള്ള ന്യൂനപക്ഷ വോട്ടുകൾ ഷജീറിന് അനുകൂലമാകുമെന്ന് UDF കരുതുന്നു. ന്യൂനപക്ഷ വോട്ടുകളും കോൺഗ്രസ് വോട്ടുകളും കൃത്യമായി പോൾ ചെയ്താൽ കഴിഞ്ഞ തവണത്തെ പോലെ നല്ലൊരു മുന്നേറ്റം. കഴിഞ്ഞ തവണ മുരളീധരൻ നിന്നപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളും മറ്റ് ഭൂരിപക്ഷ വോട്ടുകളും കോൺഗ്രസ് വോട്ടുകളും ഒക്കെ മുരളീധരൻ സമാഹരിച്ചതാണ് ശിവൻകുട്ടിയുടെ വിജയത്തിന് കാരണമായി മാറിയത്. ഇത്തവണ നേമം ഷജീർ നിൽക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നാകെ പെട്ടിയിൽ വീണ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗ വോട്ടുകൾ പെട്ടിയിൽ വീണ് കഴിഞ്ഞാൽ, ബാക്കിയുള്ള കോൺഗ്രസ് വോട്ടുകളും കൂടി വീണ് കഴിഞ്ഞാൽ, കൃത്യമായി പോൾ ചെയ്ത് കഴിഞ്ഞാൽ, NSSൻ്റെയോ SNDPയുടെയോ പിന്തുണ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ നേമം ഷജീറിന് നല്ലൊരു മത്സരം കാഴ്ചവെക്കാനാകും. പ്രധാന മത്സരം രാജീവ് ചന്ദ്രശേഖറും ആര്യ രാജേന്ദ്രനും തമ്മിലായിരുന്നു ഇതുവരെ. പക്ഷേ നേമം ഷജീർ എത്തിയതോടുകൂടി അതൊരു ത്രികോണ മത്സരമായി മാറിയിരിക്കുന്നു. നേമത്ത് മിന്നും പോരാട്ടം തന്നെ നടക്കും എന്നുള്ളത് ഉറപ്പാണ്. നേമം മണ്ഡലം BJPയെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് മണ്ഡലമാണ്. അവിടെ ഒരിക്കൽ കൂടി തോൽക്കുന്നത്, അതും പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ തോൽക്കുന്നത് അവർക്ക് സഹിക്കാനാവില്ല. കാരണം BJP അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് തൻ്റെ ശക്തി തെളിയിച്ചു, BJPയുടെ ശക്തി തെളിയിച്ചു, BJP തങ്ങളുടെ ശക്തി തെളിയിച്ചു രാജീവ് ചന്ദ്രശേഖറിലൂടെ. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുമ്പോൾ അത് BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടുന്നു. ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചാൽ പോരാ, വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ രാജീവ് ചന്ദ്രശേഖറെ ജയിപ്പിക്കണമെന്ന് BJP ആഗ്രഹിക്കുന്നു. മറുവശത്ത് CPM-ന്റെ യുവമുഖമായ തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനാണ് മത്സരിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ ഇടയ്ക്ക് വിവാദത്തിലകപ്പെട്ടെങ്കിലും അവസാന ലാപ്പിൽ നല്ലൊരു മേയറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് ആര്യ രാജേന്ദ്രൻ മേയർ എന്ന നിലയിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നു. KSRTC താൽക്കാലിക ബസ് ഡ്രൈവർ യദുവുമായുള്ള ആര്യ രാജേന്ദ്രൻ്റെ പ്രശ്നമൊക്കെ ജനങ്ങൾ മറന്നു തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല നേമത്ത് തമ്പടിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ആര്യ രാജേന്ദ്രൻ. നേമം ഷജീറും രാജീവ് ചന്ദ്രശേഖറും ആര്യ രാജേന്ദ്രനും മത്സരകളത്തിൽ വരുമ്പോൾ നേമത്ത് ഇക്കുറി തീപാറും എന്നത് ഉറപ്പാണ്. നേമത്ത് തീപാറുക മാത്രമല്ല, കടുത്ത മത്സരമായിരിക്കും നടക്കുക.
ഓരോ ഓരോരുത്തരെയും ഓരോ നേതാക്കളും ഇവിടെ മത്സരിക്കുന്ന ഓരോ നേതാക്കളും വ്യക്തിപരമായി നല്ല വ്യക്തികളാണ്, നല്ല നല്ല സ്വാധീനമുള്ളവരാണ്. ആര്യ രാജേന്ദ്രന് യൂത്തിനിടയിൽ നല്ല സ്വാധീനമുണ്ട്. പ്രത്യേകിച്ചും DYFI SFIക്കാർക്കിടയിൽ നല്ല സ്വാധീനം ആര്യ രാജേന്ദ്രനുണ്ട്. മാത്രമല്ല പാർട്ടി വോട്ടുകൾ കൃത്യമായി വീഴുമെന്നും ആര്യ രാജേന്ദ്രൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണ ശിവൻകുട്ടിയെ രക്ഷിച്ച ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് ഇത്തവണയും ലഭിക്കുമെന്ന് ആര്യ രാജേന്ദ്രൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നേമം ഷജീറും രാജീവ് ചന്ദ്രശേഖറും ആര്യ രാജേന്ദ്രനും നേമത്ത് മത്സരിക്കും. ത്രികോണ മത്സരം നേമത്ത്.